ബീച്ചിൽ പോകുമ്പോൾ കല്ലുകളും ചെറിയ പാറക്കഷ്ണങ്ങളും പെറുക്കുന്നത് ഒരു വിനോദമായി കാണുന്ന പല ആളുകളെയും നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ബീച്ചുകളിൽ നിന്ന് മണൽ, കല്ലുകൾ, പാറക്കഷ്ണങ്ങൾ എന്നിവ എടുക്കാനാകില്ല. ബീച്ച് വരെ പോയതല്ലേ ഒരു ഓർമ്മ ഇരിക്കട്ടെ എന്ന് കരുതി 2 കല്ലുകൾ എടുത്തേക്കാം എന്ന് കരുതിയാൽ ഒന്ന് ഓർത്തോണം, പണി വരുന്നുണ്ട് അവറാച്ച എന്ന്. മുന്നറിയിപ്പ് ലംഘിച്ച് കല്ല് പെറുക്കിയാൽ 128 പൗണ്ട് മുതൽ 2563 പൗണ്ട് വരെ കനത്ത പിഴ നൽകേണ്ടി വരും. സംഭവം ഇവിടെയല്ല, അങ്ങ് യൂറോപ്പിലാണ്. യൂറോപ്പിലെ പ്രധാന ടൂറിസം സ്പോട്ടായ കാനറി ദ്വീപുകളിൽ വർഷം മുഴുവനും സുഖപ്രദമായ കാലാവസ്ഥയും മനോഹരമായ കടൽ തീരങ്ങളും പ്രകൃതിദത്ത വൈവിധ്യങ്ങളും ഉള്ളതാണ് കാനറി ദ്വീപുകൾ. അവിടെ തന്നെ ലാൻസറോട്ടും ഫ്യൂർട്ടൻവെൻചുറയും സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളെയാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. കടൽ തീരങ്ങളിൽ നിന്നും പ്രകൃതിദത്തമായ സാധനങ്ങൾ ശേഖരിക്കുന്നത് ദ്വീപുകളുടെ ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുന്ന കാരണത്താലാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഓരോ വർഷവും ലാൻസറോട്ടിന് അതിന്റെ ബീച്ചുകളിൽ നിന്ന് ഏകദേശം 1 ടൺ വസ്തുക്കൾ നഷ്ടപ്പെടുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം ഫ്യൂർട്ടൻവെൻചുറയിലെ പ്രശസ്തമായ പോപ്കോൺ ബീച്ചിൽ ഓരോ മാസവും ഓരോ ടൺ മണൽ നഷ്ടപ്പെടുന്നതായും റിപ്പോർട്ടുണ്ട്. ഇതാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇറക്കാൻ ഇടയാക്കിയത്. ഈ പ്രവണത തീരപ്രദേശങ്ങളുടെ സ്വാഭാവിക സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും അവയെ അപകടത്തിലാക്കുകയും ചെയ്യുന്നു. പോപ്കോൺ ആകൃതിയിലുള്ള ഉരുളൻ കല്ലുകൾ എടുക്കുന്ന വിനോദസഞ്ചാരികൾക്ക് 128 മുതൽ 512 പൗണ്ട് വരെ പിഴ ചുമത്തും. അതേസമയം വലിയ കല്ലുകൾ എടുക്കുന്നവർക്ക് പരമാവധി പിഴയും ലഭിക്കും. കൂടാതെ വിനോദസഞ്ചാരികൾ വലിയ നഷ്ടം ഉണ്ടാക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. കടുത്ത വരൾച്ചയെ തുടർന്ന് ടെനറിഫ് അടുത്തിടെ ജല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വിഭവങ്ങളുടെ ബുദ്ധിമുട്ടിന് കാരണം വിനോദസഞ്ചാരികളുടെ ഉപഭോഗമാണെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കാനറി ദ്വീപുകളിൽ 7 പ്രധാന ദ്വീപുകളാണ് ഉൾപ്പെടുന്നത്. ടെനറിഫ്, ഗ്രാൻ കാനറിയ, ലാൻസറോട്ട, ഫ്യൂർട്ടൻവെൻചുറ, ലാ പാൽമ, ലാ ഗൊമേറ, എൽ ഹിയേറോ എന്നിങ്ങനെ പോകുന്നു കണക്കുകൾ. ഓരോ ദ്വീപിനും അതിന്റേതായ പ്രത്യേക സ്വഭാവവും ആകർഷണങ്ങളുമുണ്ട്. സ്പെയിനിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ടെയിനിന്റെ ഏറ്റവും വലിയ ദ്വീപാണ് ടെനറിഫ്. വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്യാനാണ് എല്ലാ രാജ്യവും ശ്രമിക്കുക. രാജ്യത്തിനുണ്ടാകുന്ന വരുമാനം കൂട്ടാനും വിനോദസഞ്ചാരികൾ ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ കാനറി ദ്വീപുകളിലെ സഞ്ചാരികൾക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം ഇപ്പോൾ ലോകശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്.